പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തേതെന്ന് പറയുന്നത് മൂവിംഗ് ഡേയുടെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം വീഡിയോ എത്ര സക്സസ് ആയി വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം എല്ലാം എടുത്ത് വന്ന് സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വീഡിയോ ഇട്ടേക്കാം. അപ്പം മൂവ് ചെയ്തപ്പം നമുക്കുണ്ടായ ബുദ്ധിമുട്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ടിപ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് മൂവിംഗ് ഡേ എങ്ങനെയാണെന്ന് കാണാം. പാക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. പിന്നീട് പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെയുള്ള ബോക്സിനകത്താണ് ഞങ്ങൾ മിക്കുള്ള സാധനങ്ങളും ഇട്ടേക്കുന്നത്. ഈ ബോക്സ് ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. മസാലകളെല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സിനകത്താണ് ഇട്ടേക്കുന്നത്. അത് ഞങ്ങളുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് പറക്കി ഞങ്ങൾ ട്രക്കിനകത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളല്ല, മെയിനായിട്ട് ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ടും കൂടാണ്. അപ്പം ഇത് യു-ഹോളിൻ്റെ ട്രക്കാണ്. ഇത് ഞങ്ങൾ റെൻറ്റിന് വേണ്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പം ഇത് ഓടിക്കാൻ പോകുന്നത് ചേട്ടൻ്റെ ഫ്രണ്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത്യാവശ്യം വലിയ ട്രക്കാണ്. സാധനങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇനിയും അതിനകത്ത് നല്ല സ്പേസ് ഉണ്ട് സാധനങ്ങൾ കയറ്റാൻ വേണ്ടി. അതുപോലെ തന്നെ ഇതേപോലെ ട്രക്ക് റെൻറ്റിന് എടുക്കുന്നതാണ് എപ്പോഴും ലാഭം. അപ്പം ഞങ്ങൾ ഇവിടെ എത്തി. സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടേക്കാണ്. വലിച്ചു വാരിയല്ല, അടുക്കി തന്നെ വെച്ചേക്കുക. ആ ബോക്സിനകത്തുള്ളത് അതേപോലെ കൊണ്ടുവന്ന് ഇറക്കി കാണിക്കാമേ. ഇവിടെ ഒരു ഡെന്നുണ്ട്. അതിനകത്താണ് കുറേ സാധനങ്ങളും വെച്ചേക്കുന്നത്. പിന്നെ കൊണ്ടുവന്ന് കുറച്ച് സാധനങ്ങൾ ബെഡെല്ലാം ഈ റൂമിലേക്ക് വെച്ചിട്ടുണ്ട്. എലിവേറ്റർ ഒക്കെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സാധനങ്ങൾ റൂമിൽ എത്തിക്കാൻ പറ്റി. ഇപ്പം ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ടും കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, യു-ഹോളിൽ നിന്ന് ട്രക്ക് റെൻറ്റിന് വേണ്ടിയാണ് ബുക്ക് ചെയ്തത്. അപ്പം അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. പിന്നീട് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തോന്ന് വെച്ചാൽ, നേരത്തെ ബേസ്മെൻറ്റിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എനിക്ക് വ്യൂ ഇഷ്ടപ്പെട്ട്. അപ്പം അവിടെ വ്യൂ കാണാമോ? പിന്നെ അപ്പാർട്ട്മെന്റിന്റെ ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഫർണിഷ്ഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് ടൂറ് ഇടുന്നതായിരിക്കും. അപ്പം കഴിഞ്ഞ വീഡിയോ എടുത്തത് ചേട്ടനാണ്. അപ്പോൾ കുറേ പേര് സ്റ്റോറീസായി അവിനാശം എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെയധികം നന്ദിയുണ്ട്. ഇപ്പം കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. ഇപ്പം ഞങ്ങൾ നേരത്തെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന പ്ലേസ് മാർക്കം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് മാറിയിട്ടുള്ളത് ഡൗൺ ടൗണിലാണ്. അപ്പം ഇവിടുത്തെ ഇനിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും തുടർന്നുള്ള വീഡിയോയിൽ കാണാം. എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിന് സജഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്. ജസ്റ്റ് മൂവിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത ഒരു വീഡിയോ. ബേസ്മെന്റ് ടൂർ കണ്ടിട്ടുള്ളവർക്കറിയാം.
അപ്പം നമ്മുടെ ഈ കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഡൈനിങ് ടേബിള്, കോഫി ടേബിള്, ഇതൊക്കെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മൂവിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതെല്ലാം അങ്ങ് വിറ്റു. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലാണ് ഇട്ടത്. അപ്പോൾ തന്നെ ഇട്ട ഉടനെ എല്ലാ സാധനങ്ങളും വിറ്റുപോയി. അപ്പം അതൊക്കെ മൂവിങ്ങിൻ്റെ സമയത്ത് ഫർണിച്ചറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോഴത്തേക്ക് മൂവൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് എളുപ്പമായിരിക്കും. ഇവിടെ ഒരു ചെറിയ ബെഡ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പുറത്തേക്ക് ഇരിക്കുകയാണ്. ഇനി ഇവിടെ എന്താ, ഇവിടെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഒന്ന് തൂത്ത് ഒന്ന് തുടയ്ക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ ബൈ.